എൻവയോൺമെന്റിലാണ് തുടങ്ങി വെക്കാം. അത് ഇതിന്റെ രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് അവസാനം സമയത്തിനനുസരിച്ച് ചെയ്യാം. ഈ ടോപ്പിക് എടുത്ത് തീരാതിരിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പൊ അതില് എൻവയോൺമെന്റൽ അത് ഇതേപോലെ ചെറിയൊരു ചാപ്റ്ററാണ്. കുറച്ചുകൂടിയും നമുക്ക് ജീവിതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഭാവിയിൽ നമ്മളെ വേട്ടയാടാൻ പോകുന്ന നൈറ്റ് മെയേഴ്സ് കൊണ്ടുവരാവുന്ന സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, നല്ലതാ. നമ്മളതിനെ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള നമ്മുടെ ചില രീതികളുണ്ടല്ലോ മനുഷ്യന്റെ, അതുകൊണ്ട് കുഴപ്പമാക്കി കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, അതിനുശേഷം ആസിഡ് റെയിൻ, പിന്നെ BOD, ഗ്രീൻ കെമിസ്ട്രി, തീർന്നു. ഇപ്പൊ പറഞ്ഞങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പേസിലേ പോകുന്നുള്ളൂ. ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും അവിടെ തുടങ്ങാം. അത് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട കുറച്ച് കാര്യമുണ്ട്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഈ അറ്റ്മോസ്ഫിയർ ഒരു 1600 കിലോമീറ്റർ മുകളിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. ഭൂമിയുടേതായ ഒരു അന്തരീക്ഷം ഒരു 1000 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് ഉണ്ട്. 1600 കിലോമീറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ സീ ലെവലിൽ നിന്ന് മുകളിലേക്ക് ഒരു 1600 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഏതാ, അല്ലെങ്കിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഏതാ, ചൊവ്വയുടെ അറ്റ്മോസ്ഫിയർ ഏതാ, വ്യാഴത്തിന്റെ അറ്റ്മോസ്ഫിയർ ഏതാ എന്നുള്ളതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതിനെയാണ് ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് വിളിക്കുക. അപ്പൊ ഭൂമിയുടേതായ അന്തരീക്ഷം എന്നുള്ളത് നമ്മളായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്ന ഭാഗം കുറച്ച് കിലോമീറ്ററുകളേ ഉള്ളൂ. എങ്കിലും ഒരു 1500 കിലോമീറ്റർ ഇങ്ങനെ ഈ എയർ കുഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതില് ട്രോപ്പോസ്ഫിയർ എന്നാണ് ഏറ്റവും താഴത്തെ ഭാഗത്തിന്. നമ്മൾ മനുഷ്യനും ജീവികളും ഈ ചെടികളൊക്കെ നിൽക്കുന്ന ഒരു ആദ്യത്തെ 10 കിലോമീറ്റർ, ഇവിടുന്ന് 10 കിലോമീറ്റർ എന്റെയോ നിങ്ങളുടെയോ വീട്ടിൽ നിന്നല്ല, മറിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് ആദ്യത്തെ 10 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. 11 കിലോമീറ്റർ. അവിടുന്ന് അങ്ങോട്ട് ഒരു 50 കിലോമീറ്ററോളം വരുന്ന പിന്നത്തെ ഭാഗമുണ്ട്, അതാണ് സ്ട്രാറ്റോസ്ഫിയർ. മനസ്സിലാക്കട്ടെ, പേരുകളൊന്നും അറിഞ്ഞിരിക്കണം. ഏറ്റവും നമ്മൾ നിലനിൽക്കുന്ന ഭാഗം ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നതാണ് 10 കിലോമീറ്റർ വരെ. ദെൻ 10 to 50 കിലോമീറ്റർ റേഞ്ചിനെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് വിളിക്കുക. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഓസോണോസ്ഫിയർ എന്ന് വിളിക്കും. കാരണം ആ സ്ട്രാറ്റോസ്ഫിയറിൽ 50 കിലോമീറ്റർ റേഞ്ചിലാണ് ഓസോൺ ലെയർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമുക്കത് അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആ ഓസോണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ നശിപ്പിക്കുന്നതിന്റെ ഒക്കെ കോൺസിക്വൻസ് ആണ് ഇപ്പോഴും ഇനിയും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഇപ്പോഴെങ്കിലും വരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ, ഈ തലമുറയുടെ അവസാനം തന്നെ ഉണ്ടാവില്ല, അടുത്ത തലമുറയ്ക്കൊന്നും ഭൂമി എന്നുള്ള ഒരു സ്വപ്നം അതവിടെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. നോക്കൂ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ ഉണ്ട് 50 കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത്, എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ. അതിന്റെ ഈ മുകളില് മീസോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, ഒരു 85 കിലോമീറ്റർ വരെ. വെറുതെ കേട്ടാൽ മതി. ആ 85 കിലോമീറ്ററിന്റെ മുകളിലേക്ക് ഒരു 100 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, തെർമോസ്ഫിയർ. ഈ അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, മീസോസ്ഫിയറും തെർമോസ്ഫിയറും, അവിടെയൊക്കെ അയോൺസ് അധികം. ട്രോപ്പോസ്ഫിയറിലും സ്ട്രാറ്റോസ്ഫിയറിലും ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥനൊക്കെ പോലുള്ള ഗ്യാസസ് ആണ് നിൽക്കുന്നതെങ്കിൽ അതിനപ്പുറത്ത് മീസോസ്ഫിയറും തെർമോസ്ഫിയർ എന്നൊക്കെ വിളിക്കുന്ന ഭാഗങ്ങളിൽ അയോണുകളാണ് കൂടുതൽ. നിങ്ങൾ അറിയണം, ആ അയോണുകൾ നിൽക്കുന്ന ഈ രണ്ട് റേഞ്ചിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കും. അയണോസ്ഫിയർ. ആ ഒരു അയോൺസ് നിൽക്കുന്ന ആ ഭാഗം ഉള്ളത് കൊണ്ടാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ റേഡിയോ വേവ്സ് പോലുള്ള സാധനങ്ങളൊക്കെ, റേഡിയോ സ്റ്റേഷനിൽ വിടുന്ന സിഗ്നല് നിങ്ങളുടെ വീടുകളിൽ റിസീവ് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് കിട്ടുന്നത് ഈ റേഞ്ച് ഉള്ളത് കൊണ്ടാണ്. അയോൺസ് അതിനെ റിഫ്ലക്ട് ചെയ്ത് താഴത്തേക്ക് വിടും. അതില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ പോവും. പിന്നെ റേഡിയോയും TV ഒന്നും ഇല്ല. അപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് ഈ പറഞ്ഞ റേഞ്ച് ഉള്ളത് കൊണ്ടാണ്. ഇതിലിപ്പോ എന്താ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത? പൊല്യൂഷനെ പറ്റിയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താണ്. എന്താ പൊല്യൂട്ടൻ? നമുക്ക് എൻവയോൺമെന്റിന്, നമുക്ക് പക്ഷെ മനുഷ്യന് മാത്രമല്ല, മനുഷ്യനും മറ്റു ജീവികൾക്കും പൊതുവെ ഈ എൻവയോൺമെന്റിന് കേടുപാടുണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആ സബ്സ്റ്റൻസിനെ ഒക്കെ നമുക്ക് പൊല്യൂട്ടൻസ് വിളിക്കുക. അത് ഗ്യാസ് ആവാം, സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. ആ പൊല്യൂഷൻ നടക്കുന്നത് അറ്റ്മോസ്ഫിയറിനാവാം, വാട്ടറിനാവാം, സോയിലിനാവാം. അപ്പൊ ഇങ്ങനെ പൊല്യൂഷന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്, പൊല്യൂഷൻ ഉണ്ടാകുന്നത് ഈ ട്രോപ്പോസ്ഫിയറിനാണ്.
ആദ്യത്തെ 10 കിലോമീറ്റർ റേഞ്ചിലാണ്. എന്താ കാരണം എന്നറിയോ? അവിടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മളാണ് ഇതിന്റെ ഒക്കെ പിന്നില് ബുദ്ധി കൂടിയിട്ട്. ഇവിടെ ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട എഫക്റ്റ് ആണ് ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതും മറ്റു പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന സാധനം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനാണ്. എന്നുവെച്ചാൽ ഭൂമിയുടെ ചൂട് കൂടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്നാ മനസ്സിലാക്കിക്കോളൂ, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പൊല്യൂട്ടന്റേ അല്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ നോക്കിയിട്ട് പൊല്യൂട്ടന്റ് എന്ന് വിളിക്കാനുള്ള ധൈര്യം നമുക്കില്ല. എന്താ കാരണം അറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ജീവൻ നിലനിൽക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഒക്കെ പോലുള്ള ഗ്യാസസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സൂര്യനിൽ വരുന്ന ചൂട് കുറച്ചെങ്കിലും ഇവിടെ തങ്ങി നിൽക്കുന്നത്. അത് ആവശ്യത്തിലധികം നിർത്തേണ്ടി വരുമ്പോഴാണ്, ആവശ്യത്തിലധികം നമ്മൾ നിർത്തുന്നത് കൊണ്ടാണ് ഇത് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ വിളിക്കുന്ന പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ലെയർ നമ്മുടെ ചുറ്റും അത്യാവശ്യമാണ്. അതില്ല എങ്കിൽ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ കിട്ടില്ല. നമുക്ക് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്, ജീവികൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് അത് വരില്ല. പറ്റും, ഏകകോശ ജീവികളൊക്കെ ചിലപ്പോൾ നിലനിന്ന് വരും. മനുഷ്യരെ പോലുള്ള ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോ പൊല്യൂട്ടന്റ് അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ തരും, ഓപ്ഷനൊക്കെ. അപ്പൊ പറയണം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാരണം ഇതിലൊരു ഭീകരനായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ കാണുന്നതേ. ആ കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂട്ടന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണം. എന്താ ഇപ്പൊ ഈ ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാണ്? എന്താ ഈ ഗ്ലോബൽ വാർമിങ്? ടെമ്പറേച്ചർ കൂടുകയാണ്. എങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നത്? സൂര്യനിൽ നിന്ന് റേഡിയേഷൻ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ, ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായേ പറ്റൂ. ആ ചെടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റ് ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ ഈ സാധനം നമുക്ക് വേണ്ടതാണ്. എന്നാൽ ഇത് ഇവിടേക്ക് വരുമ്പോ അത് ചെടികൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്, മണ്ണ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങോട്ട് താഴത്തേക്ക് വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോണേല പ്രശ്നം. എന്താ, താഴത്തേക്ക് വന്നിട്ട് താഴത്തേക്ക് വരണ സ്ഥലത്ത് കൂടെ തന്നെയാണ് ഇത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ ശ്രമിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന റേഡിയേഷൻസിനെ കടത്തി വിടുകയും എന്നാൽ അങ്ങോട്ട് തിരിച്ചു പോകുന്ന റേഡിയേഷൻസിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന പണിയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസ് ഇവിടെ കാണിക്കുന്നത്. അതെങ്ങനെയാ? ഒരു സാധനം ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുക, അങ്ങോട്ട് തിരിച്ചു പോകാൻ സമ്മതിക്കണില്ല. അതാരപ്പോ അങ്ങനെ തടുത്തു നിർത്തുന്ന ആളുണ്ട്? ഇങ്ങോട്ട് വരുന്ന വഴി കൂടെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതേ സാധനം അവിടെ നിൽക്കണ വെച്ചാൽ അങ്ങോട്ട് വന്ന പോലെ തിരിച്ചു പോണ്ടേ? അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങോട്ട് വരുന്ന റേഡിയേഷൻസില് വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റ് റേഡിയേഷനും ഒക്കെ ധാരാളമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇത് മണ്ണും ചെടികളും ഒക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് ഈ റേഡിയേഷനെ അങ്ങോട്ട് വിടുന്നത് പ്രധാനമായും ഇൻഫ്രാറെഡ് ആയിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള, മീഥേൻ പോലുള്ള, ഓസോൺ പോലുള്ള, അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ് പോലുള്ള, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ പോലുള്ള ഗ്യാസ് ഈ തിരിച്ചു പോകുന്ന സാധനത്തിനെ തടയുന്നത് അത് ഇൻഫ്രാറെഡ് ആയതുകൊണ്ടാണ്. ഈ വേവ് ലെങ്ത് മാറിയിട്ടാണ് ഈ റേഡിയേഷൻ തിരിച്ചു പോണത്. ഇങ്ങോട്ട് വരുന്ന അതേ സാധനങ്ങളല്ല തിരിച്ചു പോണത്. ഒക്കെ റേഡിയേഷൻ ആണോ, ഒക്കെ എനർജിയാണ്. പക്ഷെ വരുന്നതൊന്നും പോകുന്നത് വേറൊന്നാണ്. ഏതുപോലെ? ഗ്രീൻ ഹൗസ് പോലെ. എന്താ ഗ്രീൻ ഹൗസ്? ഗ്ലാസിന്റെ വലിയ കൂടുകളെയാണ് ഗ്ലാസിന്റെ വലിയ കൂടുകളെയാണ് ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുക. എന്നുവെച്ചാൽ ശൈത്യ രാജ്യങ്ങളിൽ ഈ കാര്യമായിട്ട് സൂര്യപ്രകാശം സ്ഥിരമായി കിട്ടാത്ത കുറെ രാജ്യങ്ങളുണ്ട്, നമ്മുടെ രാജ്യം പോലെയല്ല. അവിടെയൊക്കെ വെജിറ്റേഷൻ ഉണ്ടാക്കാൻ, എന്നുവെച്ചാൽ ചെടികളെ വളർത്താൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഗ്ലാസിന്റെ വലിയ കൂടുകൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഈ നായക്കൂട് പോലത്തെ ചെറിയ കൂടല്ല പറയണത് കേട്ടോ, നമ്മുടെ വീടൊക്കെ പോലുള്ള വലിയ ഗ്ലാസിന്റെ കേജസ് ഉണ്ടാക്കി വെക്കും. അതിന്റെ ഉള്ളിലാണ് ചെടികൾ വളർത്തുക. വലിയ ആൽമരം വളർത്താൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യണത്. അത് നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമുള്ള പച്ചക്കറികളാണെങ്കിലും അല്ലെങ്കിൽ പൂച്ചെടികളാണെങ്കിലും ഒക്കെ അതിന് എനർജി വേണം. പൊതുവെ എനർജി വളരെ കുറച്ച് കിട്ടുന്ന ഇത്തരം തണുപ്പുള്ള രാജ്യങ്ങളിൽ അവിടെ വരുന്ന എനർജിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. എന്താ ഗ്ലാസിന്റെ പ്രത്യേകത? ഗ്ലാസ് വരുന്ന വിസിബിൾ ലൈറ്റ് ആണെങ്കിലും അൾട്രാ വയലറ്റ് ആണെങ്കിലും ഒക്കെ സുഖമായിട്ട് കടത്തിവിടും. അപ്പൊ നമ്മള് ഗ്ലാസ് ഇട്ട ഒരു കൂട്ടിനകത്താണ് ഇവിടെ ഇരിക്കണമെങ്കിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടും. കാരണം അത് റേഡിയേഷൻ മുഴുവൻ അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. എന്നാൽ തിരിച്ച് അങ്ങോട്ട് വിടുന്നതിൽ മടി കാണിക്കും. എന്താ കാരണം അറിയോ?
തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത് ഇൻഫ്രാറെഡ് ആയിട്ടാ പോവാ. ദി ഗ്ലാസ് മെറ്റീരിയൽ ഈസ് ഒപ്പേക്ക് ത്രൂ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷനെ തടഞ്ഞു നിർത്തുന്ന രീതിയിലാണ് ഗ്ലാസിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഇതേ പണിയാണ് ആര് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണോ ചെടികൾ വളർത്താൻ വേണ്ടി ഗ്ലാസിന്റെ കൂടുകൾ ഉണ്ടാക്കി വെക്കുന്നത്, ഗ്ലാസ് ഹൗസുകൾ ഉണ്ടാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന സാധനങ്ങൾ, ഗ്രീനറി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്രീൻ ഹൗസിനകത്താണ്. അത് ഗ്രീൻ ഹൗസ് ആവാൻ കാരണം റേഡിയേഷൻസിനെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കുകയും തിരിച്ച് അങ്ങോട്ട് പോകുന്നത് ഇൻഫ്രാറെഡ് ആയതുകൊണ്ട് അതിനെ തടുത്തു നിർത്തുകയും ചെയ്യുന്ന ഗ്ലാസിന്റെ പണി അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗ്യാസസ് ആണ്. ഏത് ഗ്യാസ്? അതിൽ പ്രധാനിയാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനൊപ്പം അതുപോലെ തന്നെ മീഥേൻ ഉണ്ട്. വാട്ടർ വേപ്പർ, നമ്മുടെ സാധാരണ വാട്ടർ വേപ്പർ, ഓസോൺ, നൈട്രജൻ ഡയോക്സൈഡ്, ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇതൊക്കെ റേഡിയേഷൻ ഇങ്ങോട്ട് കടത്തിവിടും, തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇൻഫ്രാറെഡ് ആകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പൊ ഇവിടെ പിടിച്ചു നിർത്തണ്ടേ? നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ എന്താ പറ്റിയേ? ഈ ഇൻഡസ്ട്രീസും ഓട്ടോമൊബൈൽസും ഇങ്ങനത്തെ ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ധാരാളം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരിക. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ പിടിച്ചു നിർത്തേണ്ട ചൂടിന്റെ അളവ് എത്ര വേണോ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ചൂടാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. അത് ആര് ചെയ്തത്? ആരുടെ കുഴപ്പ? കാർബൺ ഡയോക്സൈഡിന്റെ കുഴപ്പമല്ല. ആവശ്യത്തിലധികം കാർബൺ ഡയോക്സൈഡിനെ ഇവിടേക്ക് പുറത്തേക്ക് തള്ളിവിടുന്ന നമ്മളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അതിനർത്ഥം എന്താ? അങ്ങനെ ഇവിടെ ചൂട് പുറത്തേക്ക് പോകാണ്ട് ഇതിനകത്ത് തങ്ങി നിൽക്കുമെങ്കിൽ ഈ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയപ്പോ എന്താ? ടെമ്പറേച്ചർ കൂടിയാലുള്ള കുഴപ്പം കേട്ടോ, 1/2 ഡിഗ്രി എന്നല്ല കൂടുന്നത്. കഴിഞ്ഞ ഒരു 2 നൂറ്റാണ്ടായിട്ട് എത്രയാണോ ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഇൻക്രീസാ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഡെവലപ്പ് ചെയ്യണു എന്നുള്ള പേരിൽ പലപ്പോഴും നമ്മുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ കൂടുന്ന സ്പീഡ് കൂടുതലായി വന്നിരിക്കുകയാണ്. ഇപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതെ, ഐക്യരാഷ്ട്ര സംഘടന അതെ, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗാ, രാജ്യങ്ങളുടെ തലവന്മാരൊക്കെ വിളിക്കണു, ഓരോ കോണ്ടിനെന്റിന്റെയും മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കണു. എന്നിട്ട് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചാപ്റ്റർ ഈ പുസ്തകത്തിൽ വന്നിട്ട് കാലത്രയും അറിയും. എന്നിട്ടും ഇത് പഠിച്ചു പോയ ആൾക്കാരൊക്കെ തന്നെയാണല്ലോ ഒരുവിധം നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും നമുക്ക് അതിൽ ബോധം വന്നിട്ടില്ല. നമുക്ക് എപ്പോഴാ ബോധം വരിക? നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രളയം കൂടെ അടിച്ച് കയറി വന്ന് വീട് നാശമാവുമ്പോൾ നമ്മൾ പേടിക്കും. അപ്പൊ പ്രിക്കോഷൻസ് എടുക്കാൻ തുടങ്ങി. സുനാമി വന്നപ്പോ പിന്നെ അതിന് പ്രിക്കോഷൻ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ കോവിഡ് വന്നപ്പോ പ്രിക്കോഷൻ എടുക്കാൻ തുടങ്ങി. നോക്കൂ, ഒരു അപകടം ഉണ്ടാവുന്നത് വരെ വെറുതെ അലസരായിരിക്കുകയും അപകടം വന്നതിന് ശേഷം മാത്രം അതിനെ തരണം ചെയ്യാനുള്ള വഴി ആലോചിക്കുകയും ചെയ്യുന്ന ബുദ്ധിശൂന്യരായി നമ്മള്, വിവരമുണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മള് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തു, എല്ലാവർക്കും സാക്ഷരരായി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ട. ആ അർത്ഥത്തിലാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ് ഈ ചാപ്റ്റർ ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ, മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ നമ്മൾ അപകടത്തിൽ ചാടും. നമ്മളെന്ന് വെച്ചാൽ ഇനി വരും തലമുറയുടെയൊക്കെ കാര്യം അതാണ്. അടുത്ത തലമുറയ്ക്ക് ഇവിടെ നന്നായി ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പാർട്ടികളിലൂടെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പറയുന്നവരാണ് നമ്മൾ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നുള്ളത് ചൂട് കൂടുതലാക്കി നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലേക്ക് വരിക. അപ്പൊ ഒന്ന് AC ഇട്ടിട്ടാണ്ട് ഇരുന്നാൽ പോരെ എന്ന് ആലോചിക്കാം. നടക്കില്ല കേട്ടോ. ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായാൽ ഉണ്ടാകാവുന്ന കുഴപ്പം ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത്, പോളാർ റീജിയനിൽ കുറെ ഐസ് ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് മുഴുവൻ മെൽറ്റ് ചെയ്യും. ഇപ്പൊ തന്നെ അത് മെൽറ്റ് ചെയ്യുന്നതിന്റെ അളവ് കൂടി എന്ന് പത്രങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പേടിക്കണം നമ്മള്. നമുക്ക് ഒരു പേടിയില്ല. നമ്മുടെ മിറ്റത്ത് എത്തുന്നത് വരെ നമ്മൾ ആരെയും പേടിക്കില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, അവിടെ സംഭവിക്കാൻ പോകുന്നത് പോളാർ ഐസ് മെൽറ്റ് ചെയ്താൽ വളരെ ലോ ലൈയിങ് ഏരിയ മുഴുവൻ വെള്ളപ്പൊക്കത്തിലാവും. അപ്പൊ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കമാണ് ഉണ്ടാവുക. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ടാവും. പൊതുവേ ചൂടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, വെള്ളം വരാനുള്ള അത്രയും താഴെ അല്ലാതെ കിടക്കുന്ന ചൂട് കൂടുതലുള്ള പ്രദേശങ്ങള് കൊടും വരൾച്ചയായിരിക്കും. 2 എക്സ്ട്രീം കണ്ടീഷനിലേക്കാണ് പോണ ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആണ്, ചൂടിനെ പിടിച്ചു നിർത്തുന്നതാണ്. അതിന്റെ കോൺസിക്വൻസ് ആണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാ? അത് കാർബൺ ഡയോക്സൈഡാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട പൊല്യൂട്ടന്റ് ഏതാ ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡിനെ പറ്റി മിണ്ടരുത്. കാരണം കാർബൺ ഡയോക്സൈഡ് ഇവിടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇറ്റ് ഈസ് നെവർ എവർ കൺസിഡേർഡ് ആസ് എ പൊല്യൂട്ടൻ, ബട്ട് ഇറ്റ് ഈസ് ദി റീസൺ ബിഹൈൻഡ് ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണം അത് തന്നെയാണ്. അത് അധികമാകുമ്പോൾ സംഭവിക്കുന്നതാണ്. അതിനെ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും വലിയ പൊല്യൂട്ടന്റായി വരുന്നത് കാർബൺ മോണോക്സൈഡാണ്. അതിന്റെ കാരണം ഇപ്പൊ ലീവ ടീച്ചർ പറഞ്ഞു, കാർബോക്സി ഹിമോഗ്ലോബിൻ, ആ കാർബണിലെ ലോൺ പെയറാണ് കാരണം. നേരെ ഹിമോഗ്ലോബിൻ അയണിൽ പോയിട്ടുണ്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ പൊല്യൂട്ടന്റ് ഏതാ ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അതിപ്പോ എല്ലാം അത് 13% മെൽസ് പെർ ഡിക്കേഡ് എഴുതിയിട്ടുണ്ടതില്. അത്ര ഒരു ഡിക്കേഡിൽ 13% ഐസ് മെൽറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇപ്പൊ അതിലൊരാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ നമ്മളെ പേടിപ്പിക്കണമെന്നർത്ഥം. എന്തിനാ പേടിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആക്ട് ചെയ്യണം. എങ്ങനെ ആക്ട് ചെയ്യും? നമ്മൾ ഓരോരുത്തരും ആക്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ വ്യത്യാസം. ഇപ്പൊ ഓസോൺ ഡിപ്ലീഷൻ നടക്കണം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല. ഓസോൺ ഡിപ്ലീഷൻ നടക്കാനുള്ള കാരണക്കാരൻ നമ്മളാണെന്ന്. ഇത് നമ്മളോടുള്ള സ്വയമുള്ള അവഗണന കൊണ്ട് പറയുന്നതല്ല. മറ്റൊരു ജീവിക്കതിന് കഴിയില്ല. നമ്മുടെ ഭൂമിയില്, ഈ ലോകത്തില് ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നതല്ല CFS എഴുതിയിട്ടുണ്ട്. CFS അല്ല, CFC. അവിടെ ഓസോൺ ഡിപ്ലീഷൻ നടക്കുന്നത്, ഓസോൺ ഉണ്ടാവുന്നതും നഷ്ടപ്പെടുന്നതും ഒക്കെ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓസിയൻ എന്നാണ് ഓസോൺ ഉണ്ടാവുക. ഓസോൺ തന്നെയാണ് ഓസിയൻ ആയിട്ട് മാറുന്നത്. ഇത് അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഓസോണോസ്ഫിയർ എന്ന് വിളിക്കുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ 50 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതി ഒരു കാര്യം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എത്രത്തോളം ഓസോൺ ഉണ്ടാവണം, എത്രത്തോളം അത് തിരിച്ച് ഓക്സിജനായി മാറണം. O2 ഗിവിങ് O3 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ഇക്വിലിബ്രിയം ഭൂമിയിലുണ്ട്. അതിനെ നശിപ്പിച്ചു. എങ്ങനെ നശിപ്പിച്ചു? ഇപ്പൊ ഇതിൽ ചൂണ്ടിക്കാണിച്ച പോലെ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് വിളിക്കുന്ന സാധനമുണ്ട്. റെഫ്രിജറന്റായി ഉപയോഗിക്കുന്നതാ. നമ്പർ 1 റെഫ്രിജറന്റാ. അതിലൊരു തർക്കൂല, അതുകൊണ്ട് അത് ഉപയോഗിക്കണതേ. പക്ഷേ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ട് ഈ അറ്റ്മോസ്ഫിയറിലൊന്നും അത് കേടുവരാതെ നേരെ മോളിക്ക് പോയിട്ട് അവിടെ നിൽക്കുന്ന ഓസോണിലെ ക്ലോറിൻ ഫ്രീ റാഡിക്കലായിട്ട് മാറിയിട്ട് അതിനെ ഡിപ്ലീറ്റ് ചെയ്യും. ഓസോൺ ഹോൾ ഉണ്ടാവും. ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ടും സമയം അതിക്രമിച്ചതുകൊണ്ടും. അതിൽ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക ക്ലോറോഫ്ലോറോ കാർബൺ ആണല്ലോ. ഏറ്റവും കൂടുതൽ ഡിപ്ലീഷൻ നടത്തുന്നത് അത് തന്നെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, ഓസോൺ ലെയറിനെ ഏറ്റവും നന്നായി ഡിപ്ലീഷൻ നടത്താൻ പറ്റുന്നത് ക്ലോറോഫ്ലോറോ കാർബൺ അല്ല കേട്ടോ. മറ്റു പരീക്ഷയ്ക്കെങ്കിലും ചോദിക്കും, നൈട്രജന്റെ ഓക്സൈഡായ നൈട്രിക് ഓക്സൈഡ് ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുക. ക്ലോറോഫ്ലൂറോ കാർബണേ അല്ല. പക്ഷെ കൂടുതലായിട്ടും ക്ലോറോഫ്ലൂറോ കാർബണാണ്. കാരണം എന്താ? നൈട്രജന്റെ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് അത്ര ധാരാളമൊന്നും അവിടെ ഇല്ല, അവൈലബിൾ അല്ല. ആ റിയാക്ഷന്റെ റേറ്റ് കൂടുതൽ നൈട്രിക് ഓക്സൈഡാണ്. ഏറ്റവും നല്ല അഫിനിറ്റി ഓസോണോട് കാണിച്ച് അതിന് ഡിപ്ലീഷൻ നടത്തുന്നത് ആരാ ചോദിച്ചാൽ നമുക്ക് ക്ലോറോഫ്ലൂറോ കാർബണോടുള്ള സഹജമായ ഇഷ്ടം കൊണ്ട് അത് എഴുതി വെക്കരുത്. അത് നന്നായി നടത്തുന്ന ആള്, CFCയേക്കാൾ നന്നായിട്ട് അത് ചെയ്യുന്നത് ആള്, അത് നൈട്രിക് ഓക്സൈഡ് ആണ്. പക്ഷെ CFC ആണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് അങ്ങനെ നടന്നു പോകുന്നു. ഓസോൺ ഹോളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് റേഡിയേഷൻ കൂടാൻ കാരണമാണു. അങ്ങനെ കൂടുതൽ റേഡിയേഷൻ ഇങ്ങോട്ട് വരുന്നു. അങ്ങോട്ട് വരുന്ന റേഡിയേഷൻ അങ്ങോട്ട് വിടുവോ? ഇല്ല. അപ്പൊ ഗ്രീൻ ഹൗസ് പോലെ ഇവിടെ കാർബൺ ഡയോക്സൈഡിനെ നിറച്ചു വെച്ചിരിക്കുകയാണ് നമ്മള്. അപ്പൊ ആരാ കുറ്റക്കാര്? നമ്മളാണ് കുറ്റക്കാര് എന്നിപ്പോ 4-5 തവണ പറഞ്ഞ എന്തുകൊണ്ടാ? നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇതിനെ മറ്റു ജീവികൾക്ക് കൂടി, പാവങ്ങളായ മറ്റു ജീവികളുണ്ടല്ലോ, അതൊന്നും അറിയാതെ അവരവരുടേതായ കാര്യം നോക്കി നടക്കുന്ന ജീവികൾ, അവർക്ക് കൂടി ഇവിടെ ജീവിക്കണം. അതിനുള്ള വഴി എങ്കിലും നമ്മൾ അടയ്ക്കാൻ പാടില്ല. അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങുമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ചോദിച്ചാൽ വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, വരൾച്ച ഉണ്ടാവും. പിന്നെ ഈ ടെമ്പറേച്ചറിൽ കാര്യമായ വ്യതിയാനം വരുമ്പോ ഈ പകർച്ചവ്യാധികൾ ധാരാളം ഉണ്ടാവും. മലേറിയ, ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പലതിനും ഈ കണ്ടീഷൻ ഫേവറബിൾ ആയി മാറും. മനുഷ്യന് ഇപ്പൊ ജീവിക്കാൻ പറ്റുന്ന നല്ല കണ്ടീഷനിലായിരിക്കണം. ടെമ്പറേച്ചറിലൊക്കെ കാര്യമായ മാറ്റം വന്നു കഴിഞ്ഞാൽ മറ്റു ജീവികൾക്ക്, ഈ ചെറിയ ജീവികൾക്ക്, വൈറസ് പോലുള്ള സാധനങ്ങൾക്കൊക്കെ കൂടുതൽ എളുപ്പത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഫേവറബിൾ ആയിട്ടല്ലാത്ത കണ്ടീഷനിലേക്ക് മാറുകയാണ്. ഇത്രയാണ് ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിലും പറയാനുള്ള ഒരൊറ്റ പോയിന്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷെ ചിലപ്പോൾ ചോദ്യമായിട്ട് വന്നേക്കും, അതുകൂടി പറയട്ടെ. നമ്മുടെ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ത്യൻ, താലിയം എന്നൊക്കെയുള്ള ഗാലിയത്തിന്റെ ഒരു പോയിന്റ് ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും നമ്മൾ പറയേണ്ടതാണ്. ഒന്ന് ഓർമ്മിച്ചോളൂ. മുകളിൽ താഴത്തേക്ക് വരുമ്പോൾ പീരിയോഡിക് ടേബിൾ വലിപ്പം കൂടി വരികയല്ലേ ചെയ്യേണ്ടത്. ഈ ഒരു ഗ്രൂപ്പിൽ മാത്രം ബോറോൺ കഴിഞ്ഞ് അലുമിനിയം കഴിഞ്ഞ് അലുമിനിയത്തിനേക്കാൾ ഷെല്ല് കൂടുതലുള്ള ഗാലിയത്തിന് അലുമിനിയത്തിനേക്കാൾ ചെറിയ വലുപ്പമാണ്.
ഗ്രൂപ്പിൽ താഴത്തേക്ക് വരുമ്പോൾ വലുപ്പം കൂടി വരുമെങ്കിലും അലുമിനിയം ടു ഗാലിയം മാത്രം, മറ്റേ ഗ്രൂപ്പുകളിലൊന്നുമില്ല. ഡിയിലും എഫിലൊക്കെ ചിലപ്പോൾ ഒരേപോലെ നിൽക്കുന്നുണ്ടാവും. മെയിൻ ബ്ലോക്കിൽ ബോറോൺ കഴിഞ്ഞ് അലുമിനിയം കഴിഞ്ഞ് ഗാലിയത്തിലേക്ക് എത്തുമ്പോൾ വലുപ്പം കൂടുതലല്ല, കുറച്ച് കുറയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഗാലിയത്തിന്റെ പ്രത്യേകത കൂടിയും പറയട്ടെ, എവിടെയെങ്കിലും ആവശ്യം വന്നാലോചിച്ചിട്ടാണ്, ഫോക്കസ് ഏരിയ വെച്ചിട്ട് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം കൂടി അതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഗാലിയം ഒരു 29 ഡിഗ്രി സെൽഷ്യസ് എന്നുവെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കയ്യിലൊക്കെ വെച്ചാൽ തന്നെ ഗാലിയം എന്നുള്ള സാധനം മെറ്റല് ഉരുകും. ലിക്വിഡ് ഫോമിൽ നിൽക്കുന്ന സാധനമാണ് ഗാലിയം എന്ന് മനസ്സിലാക്കിക്കോളൂ. ചെറിയ ടെമ്പറേച്ചറിൽ, ഏത് 29 ഡിഗ്രിക്ക് ആവണം കേട്ടോ, അതിന് താഴെ പറ്റില്ല. മർക്കുറിയൊക്കെ അതിന് താഴെയും ലിക്വിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചർ എത്തിയാൽ ലിക്വിഡ് ആവുകയും, എന്നാൽ ഒരു 2500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിയാൽ മാത്രമേ ഈ സാധനം ബോയിൽ ചെയ്യൂ. അപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 2500ഓളം ഡിഗ്രി സെൽഷ്യസ് വരെ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് ഈ സാധനം മർക്കുറിക്ക് പകരം ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള തെർമോമീറ്ററിൽ ഉപയോഗിക്കും. ഹൈ ടെമ്പറേച്ചർ തെർമോമെട്രി എന്നാണ് അതിനെ നമ്മൾ പറയാറുള്ളത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗാലിയം എന്ന് ഒന്ന് ഓർക്കുക. അത് ഫോക്കസ് ഏരിയ ഇല്ലെങ്കിലും പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് ആവശ്യം വരുന്ന സാധനമാണ്. അപ്പോൾ ഗ്രൂപ്പിൽ താഴത്തേക്ക് വരുമ്പോൾ വലുപ്പം കൂടണം എന്നുള്ളതിനൊരു അപവാദമായിട്ട് 13th ഗ്രൂപ്പിലെ ഗാലിയം നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ അത് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. എന്തുകൊണ്ടാ? മർക്കുറിക്ക് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. പിന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ മർക്കുറിയുടെ തെർമോമീറ്ററും പിടിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ മർക്കുറി അതിനുള്ളിൽ കാണില്ല, അത് ഗ്യാസ് ആയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ അത് കാണാണ്ട പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കിട്ടുക? അവിടെ ഗാലിയം പോലുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് 10,2500 3000 കെൽവിനാണ് അതിന്റെ ഏറ്റവും താഴെ ആ കമ്പഷൻ നടക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ. അവിടുത്തെ ടെമ്പറേച്ചർ കാണണം. എങ്ങനെ ഇപ്പൊ പോയി കാണാറ്? 3000 കെൽവിൻ ഉണ്ട് അല്ലെങ്കിൽ 2500 കെൽവിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മർക്കുറിയുള്ള ടെമ്പറേച്ചറും പിടിച്ചിട്ട് തെർമോമീറ്ററും പിടിച്ചിട്ട് അതിൽ പോയിട്ടൊന്ന് കാണിച്ചാൽ മതി. സാധനം തകർന്ന് തരിപ്പണാവും. ആ മെറ്റീരിയൽ തകരണമല്ല, അതിൽ മർക്കുറി ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും? അവിടെ ലിക്വിഡ് ഫോമിൽ നിൽക്കുന്ന ടെമ്പറേച്ചർ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന സാധനം ഗാലിയാണ് എന്ന് ഓർത്തോളാം. 2 പോയിന്റ് കൂടി ചേർക്കണം. അപ്പൊ എൻവയോൺമെന്റിൽ ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാന്നുള്ളത് അതിന്റെ കോൺസിക്വൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ ആസിഡ് റെയിൻ ഉണ്ട്, BOD ഉണ്ട്, ഗ്രീൻ കെമിസ്ട്രി ഉണ്ട്. ചെറിയ 3 ടോപ്പിക് വളരെ ചുരുക്കി പറയാവുന്നത്. ആ കാര്യം പറയാൻ ലീബർ ടീച്ചറെ ഏൽപ്പിക്കാം. വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറായിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള 3 ചെറിയ ടോപ്പിക്കുകൾ കൂടി ഉണ്ട്, അത് ലീബർ ടീച്ചർ കൈകാര്യം ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇപ്പോ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കേട്ടു. അടുത്തത് ഇതിനകത്തുള്ള പോർഷൻ ആസിഡ് റെയിൻ ആണ്. ആസിഡ് റെയിൻ ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും അല്ലേ? ഇപ്പോ നോർമലി നമ്മള് എന്താ പറയാ, വാട്ടറിന്റെ pH നമ്മൾ എത്രയാ പഠിച്ചത്, എത്രയാ പറഞ്ഞത്? നോർമൽ വാട്ടറിന്റെയാ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. pH എത്രയാ നമ്മൾ പറയുന്നത്? വാട്ടറിന്റെ pH എത്രയാ പഠിച്ചില്ലേ? പഠിച്ചൊക്കെ മറന്നുപോയോ? ഓക്കെ, 7 ആണ് അല്ലേ? അപ്പൊ അതില് ഇപ്പൊ റെയിൻ വാട്ടറിന്റെ നമ്മൾ നോർമലായി പറയുന്നത്, അല്ലെങ്കിൽ റെയിൻ വാട്ടറിന്റെ സാധാരണ ഉണ്ടത് 5.6 ആണ്. അപ്പൊ 5.6 എന്ന് പറയുമ്പോ അതിന് ഓൾറെഡി അതിന് എന്ത് നേച്ചറാണ് ഉള്ളത്? ആസിഡിക് ആണ്. അപ്പൊ ആ അസിഡിറ്റിക്ക് കാരണം എന്താന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് അല്ലെ? കാർബൺ ഡയോക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഈ കാർബോണിക് ആസിഡിനകത്തുള്ള H+, അത് നോർമലി ഉള്ളതാണ്, നമുക്ക് അത്ര ഉപദ്രവമുള്ളതല്ല. അപ്പൊ അങ്ങനെയാണ് ആ H+ ആണ് എന്തായിട്ട് വരുന്നത്? പ്രസൻസ് ഓഫ് H+ അയോൺ ഫോം ഡ്യൂറിങ് ദി റിയാക്ഷൻ റെയിൻ വാട്ടർ വിത്ത് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ അതിനകത്ത് H+ ആണ് ഇത് എത്രയാക്കി മാറ്റുന്നത്? 5.6 ആക്കുന്നത്. അപ്പോ ഈ 5.6ലും താഴെയാണ് pH എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ആസിഡ് റെയിനിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ പറയേണ്ട കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫർ. അതായത് നമ്മൾ ഇവിടെ ഇപ്പോ ഉമേഷ് സാറ് പറഞ്ഞു നിർത്തിയ പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നോ അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോ നൈട്രജൻ സബ്സ്റ്റൻസും സൾഫർ ഉള്ളതും ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് എന്താണ്? നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെ എങ്ങോട്ടേക്കാ പോവുക? അറ്റ്മോസ്ഫിയറിലേക്കാണ് പോവുക. അപ്പൊ അവിടെ അവര് വാട്ടറിന്റെയും ഓക്സിജന്റെയും പ്രസൻസിൽ സൾഫർ ഡയോക്സൈഡ് ആണെങ്കിൽ എന്തായിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. നൈട്രജൻ ഡയോക്സൈഡ് ആണെങ്കിൽ എന്തായിട്ട് മാറും? നൈട്രിക് ആസിഡ് ആയിട്ട് മാറും.
ഇതാണ് ഏതിന്റെ ഒപ്പം വരിക? നമ്മളുടെ ഈ റെയിനൊപ്പം വരുമ്പോ അത് എന്തായിട്ട് മാറും? pH എത്രയിൽ കുറഞ്ഞു പോകും? 5.6 കുറഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡ് റെയിൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇപ്പോ ഓക്സിഡേഷൻ ഓഫ് സൾഫറും നൈട്രജനും അല്ലെങ്കിൽ അതുവഴി എത്തുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും എന്തിനോട് റിയാക്ട് ചെയ്യും? വാട്ടറിനോട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ ആയിട്ട് മാറും. അതാണ് എന്തിന് കാരണമാകുന്നത്? ഈ pH ചേഞ്ച് ആവാൻ കാരണം. അതാണ് എന്തായിട്ട് വരുന്നത്? ആസിഡ് റെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി ആസിഡ് റെയിനിന്റെ ബാക്കി ഹാംഫുൾ എഫക്ട്. ആസിഡ് റെയിനിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മൾ നോർമലി പറയുന്ന 5.6 കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതില് ആസിഡ് റെയിൻ അല്ലെങ്കിൽ അതിൽ താഴെ ആയി കഴിയുമ്പോൾ അതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ താജ്മഹലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? താജ്മഹൽ എന്താ? മാർബിൾ, വെള്ള മാർബിൾ ആയിരുന്നു. കുറച്ച് ഇപ്പൊ കഴിയുമ്പോ അതിന്റെ കളർ ഫെയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ അതിന്റെ കാരണമായിട്ട് എന്താ പറയുന്നത്? മാർബിൾ എന്ന് പറയുന്നത് എന്താ? കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ഈ ആസിഡ് റെയിൻ അവിടെ ആ എന്താ പറയാ, നമ്മള് ഡൽഹിയെ കുറിച്ച് കേൾക്കുന്നത് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലമാണെന്നാണ്. അവിടെ നദികളിലൊക്കെ ഒരു ഈ എന്താ ഈ ഫോം നദികളിലൊക്കെ നിറയും എന്താ പതഞ്ഞ് 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 അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എന്താ പറയാ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂഷൻ കൂടുതലുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഈ ഡൽഹി അടുത്തുള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഏതിന്റെ ഒപ്പം ഉണ്ടാവും? റെയിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡ് എന്തിനോട് റിയാക്ട് ചെയ്യും? മാർബിളിൽ. നമ്മൾ ഈ ലോക്ക്ഡൌണിന്റെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഡൽഹിയില് എന്താ പറയാ മേഘങ്ങൾ കാണാൻ പറ്റിയെന്നൊക്കെ കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ കാലത്ത് നമ്മൾ വായിച്ചു ഓർക്കുന്നുണ്ടോ? അത്ര ക്ലിയർ ആയിട്ട് അവർക്ക് ആകാശം കാണാൻ കഴിഞ്ഞു എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ആളുകൾ പുറത്തിറങ്ങുന്നില്ല, വാഹനങ്ങൾ ഓടുന്നില്ല, അപ്പൊ എന്ത് കുറഞ്ഞു? പൊല്യൂഷൻ കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇതിനെ അടുത്തുള്ള ഇപ്പൊ ആഗ്രയില് നമ്മൾ ഈ പറയുന്ന താജ്മഹലിനടുത്ത് എന്ത് സംഭവിച്ചു? അത് എന്താ ഇതിനകത്ത് ആസിഡ് റെയിനകത്ത് എന്തുണ്ടായിരുന്നു? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായിരുന്നു. ഈ സൾഫ്യൂരിക് ആസിഡ് എന്തിനോട് റിയാക്ട് ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റിനോട് റിയാക്ട് ചെയ്തിട്ട് ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് മാർബിളിന് എന്ത് സംഭവിക്കും? അത് ഫെയ്ഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ ഒരെണ്ണം ഉള്ളത് പിന്നെന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ ആസിഡ് കൂടുതൽ അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ളത് ഈ വെള്ളം എല്ലാം ഒഴുകി എത്തുക എവിടെയാ? അക്വാട്ടിക് അല്ലേ? അപ്പോ അവിടെയുള്ള അക്വാട്ടിക് ലൈഫിന് ഈ പറയുന്ന ആസിഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ആസിഡ് റെയിൻ എന്ന് പറയുന്ന ഒരു ഭീഷണിയാണ്. പിന്നെ എന്താ പറയാ മെറ്റൽസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റ് പോലെ തന്നെ മെറ്റൽസ്, അയൺ, സ്റ്റീൽ സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇത് എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും. പ്ലാന്റ്സ്, ട്രീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ്, അപ്പോ എന്താ പറയാ ഫോറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ട്രീസ് ഒക്കെ നശിച്ചു പോകാനൊക്കെ കാരണം. ഇതിപ്പോ മണ്ണിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മണ്ണിന്റെ നമ്മൾ പറയുന്ന അസിഡിക് ബേസിക് ബാലൻസിങ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ എന്ത് ബാധിക്കുന്നുണ്ട്? പറയുന്ന ആസിഡ് റെയിൻ ബാധിക്കും. പിന്നെന്താ വാട്ടർ ലേക്സിലൊക്കെ എന്ത് സംഭവം? ലേക്കോ അങ്ങനെയുള്ള വാട്ടർ ബോഡീസില് ആസിഡിറ്റി കാരണം എന്ത് ചെയ്യും? അപ്പൊ അത് അക്വാട്ടിക് ലൈഫിനെ അത് ബാധിക്കും. അപ്പൊ അങ്ങനെയാണ് എന്തിന് കാരണമാണ് നമ്മൾ ഈ പറയുന്ന ആസിഡ് റെയിനും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് കുറയ്ക്കണം അല്ലെ? കുറയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ പറയാ ആസിഡ് റെയിനിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഓട്ടോമൊബൈൽസിന്റെ ഇല്ലേ അതിന്റെ അളവ് കുറയ്ക്കുക. ഡൽഹിയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അവര് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് പറഞ്ഞു? ഒരു ദിവസം ഒറ്റ നമ്പർ വാഹനങ്ങൾ ഒരു ദിവസം, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിങ് അവർ കൂടുതൽ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. കാരണം ഓരോരുത്തരും വാഹനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങുമ്പോ അപ്പൊ അതിനകത്തുള്ള എക്സോസ് ഗ്യാസിലുള്ള പൊല്യൂട്ടൻസ് അതിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഒരാളൊരു കാറുമായിട്ട് കുറെ പേര് ഒരുമിച്ച് പോകുന്ന കാർ പൂളിംഗ് ഇല്ലേ? 4 പേര് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ അത്ര വണ്ടികളുടെ എണ്ണം കുറയും. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ അത്ര എണ്ണം കുറയും. അപ്പൊ അങ്ങനെ നമുക്കൊരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഇല്ലേ? നമുക്കപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ഇതിന്റെ പൊല്യൂഷന്റെ അളവ് കുറയുന്ന രീതിയിൽ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി പഴയതിനെ കൺവെൻഷനൽ ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊന്നും ഇല്ലാതെ മനുഷ്യജീവിതം സാധ്യമല്ല. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ പ്രകൃതിക്കും വരുന്ന തലമുറയ്ക്കും ദോഷമായിട്ട് വരാത്ത രീതിയിൽ ഉപയോഗിക്കും. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ഈ
റോഡ് സൈഡുകളിലൊക്കെ വേസ്റ്റ് ഇടുന്നത് ഇല്ലേ? നമുക്കത് അറിയത്തില്ലാത്ത കാര്യമല്ല. പക്ഷെ നമ്മളുടെ വീട് നമ്മൾ ക്ലീൻ ആക്കുന്നു, പക്ഷെ അത് എവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നു? റോഡ് സൈഡിൽ കൊണ്ടിടുന്നു. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലേ, അത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, ഇപ്പോ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത്, പിന്നെന്താണ് ഈ നമ്മൾ മോട്ടോർ വെഹിക്കിളില് എന്താ അതിനെ കൺവേർട്ട് ചെയ്യുന്ന പൊല്യൂട്ടന്റ് അല്ലാത്തതായിട്ട് മാറ്റുന്ന, അപ്പോ അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞു മണ്ണിലെത്തി കഴിയുമ്പോൾ അതിന്റെ അസിഡിറ്റി കൂടുന്നു. അതിന് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്ന ലൈം സ്റ്റോൺ ആഡ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോ അതിന്റെ എന്ത് കുറയും, അസിഡിറ്റി കുറയും. അത് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ബോധവാന്മാരാകുക. മനുഷ്യരെ എന്ത് ചെയ്യുക, ആസിഡ് റെയിനെ പറ്റി എന്നല്ല, പൊല്യൂഷനെ പറ്റി. ഇത് നമുക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല, മറ്റുള്ള ഇപ്പൊ പറഞ്ഞു ആസിഡ് റെയിൻ അളവ് കൂടി അത് വെള്ളത്തിലെത്തി കഴിയുമ്പോൾ അക്വാട്ടിക് ലൈഫിന്, അപ്പൊ അക്വാട്ടിക് ലൈഫ് മീനുകൾ ഇല്ലെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം എന്ന് ചിന്തിക്കരുത്. അപ്പൊ ഒരു ഇക്കോസിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ആ ഒരു എല്ലാത്തിനോടും റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വൈറസ്, ഇതൊക്കെ എന്താ അത് ഒരു തരത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പക്ഷെ അത് ആവശ്യമുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ്. വാട്ടർ പൊല്യൂഷനില് ഈ വാട്ടറിനകത്ത് വരുന്ന ഓർഗാനിക് വേസ്റ്റ് ഒക്കെ അത് ഡീക്കേഡ് ചെയ്ത് കളയുന്ന ബാക്ടീരിയാസ് ആണ്. മനസ്സിലായോ? അപ്പോ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാം റിലേറ്റഡ് ആണ്. അതില് എങ്ങനെ എന്താ പറയാ മിനിമം യൂസ്, ഒരെണ്ണത്തിന്റെ എഫക്റ്റ് കൂടുതൽ വരുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ എല്ലാം മിനിമൈസ് ചെയ്ത് എല്ലാം കുറച്ച്, ഇപ്പോ നമ്മൾ ചിന്തിക്കുമ്പം നമ്മളുടെ കാര്യം മാത്രം സേഫ് ആക്കാതെ ഇനിയൊന്നിനെ കുറിച്ചും കൂടെ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലേ, വാട്ടർ പൊല്യൂഷനെ അടുത്ത് പറയുമ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. വാട്ടറിനകത്ത് ഓൾറെഡി പാത്തജൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മള് ഇടുന്ന വേസ്റ്റ് വഴി എന്ത് വരും, ഓർഗാനിക് മാറ്റർ അതിലേക്ക് വരികയാണ്. ഇപ്പൊ നമ്മൾ പാലക്കാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പാലക്കാടെന്നല്ല എവിടെ പോയി പുഴകള് തോടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, അപ്പൊ അന്ന് ആ പ്രളയം വന്നു കഴിഞ്ഞപ്പോ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പാലം നിറയെ എന്താ വെള്ളം കയറിയിട്ട് വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ പാലത്തിൽ നിറയെ എന്തായിരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ അടിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അത് തിരിച്ചവര് വെള്ളത്തിലേക്ക് ഇടുന്നതിനെ പറ്റി ഇഷ്യൂസ് ഉണ്ടായതൊക്കെ ഓർക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഈ ചെടികളും ആനിമൽസും കൊണ്ടിടുന്നതല്ല ഇല്ലേ, ബോധമുണ്ട് വിവേകമുണ്ടെന്ന് പറയുന്ന മനുഷ്യര് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ വെള്ളത്തിനകത്താണേലും അതിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം വേസ്റ്റ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അത് എന്ത് ചെയ്യും, ഈ വെള്ളത്തിനകത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ട ഒരു ഓക്സിജന്റെ അളവ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചൂട്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അതിനൊരു ബാലൻസ്ഡ് ആണ് ഇല്ലേ? അപ്പൊ ഇത് എന്താ പറയാ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സ്മെല്ല് വരാൻ കാരണം എന്താ, ഓക്സിഡേഷൻ 2 തരത്തിലുണ്ട്. ഈ ബാക്ടീരിയകൾക്ക് എയ്റോബിക് ഓക്സിഡേഷനും ഉണ്ട്, അനൈറോബിക്കും ഉണ്ട്. ഓക്സിജന്റെ പ്രസൻസിലും അല്ലാത്തതും നടത്തും. അപ്പൊ അനൈറോബിക് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്നത്, അങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ സ്മെല്ലൊക്കെ വരുന്നത്. ഇനി ഓക്സിജന്റെ പ്രസൻസ് വേണ്ടിയെടുത്ത് എന്ത് സംഭവിക്കും, ഈ ഓർഗാനിക് വേസ്റ്റ് ന്റെ അളവ് കൂടുന്ന അനുസരിച്ച് അവിടെ യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവും കൂടും. അതിനാണ് നമ്മൾ ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താ, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് by bacteria to break down the organic matter present in certain volume of a sample of water is called biological oxygen demand. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു certain sample of waterല് അതില് എന്താണ്, അതിന്റെ അകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ആ ബാക്ടീരിയകൾ യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ബയോളജിക്കൽ ഓക്സിജൻ. അതിനൊരു വാല്യൂ ഉണ്ട്. നമ്മൾ പറയുന്നത് 5 parts/ppm. അതിൽ കുറവായിരിക്കണം എന്തെന്ന് പറയുന്നത്. ക്ലിയർ വാട്ടറിൽ എത്രയായിരിക്കും, അതിന്റെ BOD വാല്യൂ 5 ppm ആണ്. പക്ഷേ ഹൈലി പൊല്യൂട്ടഡ് ആണെങ്കിൽ അത് എത്ര വരെ വരുന്നു, 17 ppm വരെ വരുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ BOD ആ വാല്യൂ അനുസരിച്ച് നമുക്ക് എന്തറിയാൻ പറ്റും, അതിനകത്ത് എത്ര ഓർഗാനിക് മെറ്റീരിയൽസ് അതിനകത്ത് ഉണ്ട്, അത് എങ്ങനെ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ആസിഡ് റെയിനും BOD എന്താന്നാ പറഞ്ഞത്, ഒന്നുകൂടെ പറഞ്ഞ എന്താ, എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ മില്ലിഗ്രാം. എന്തിനാ, വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ
ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബാക്ടീരിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഓക്സിജൻ വേണം, അതിന്റെ അളവാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ ഓക്സിജൻ. ഇപ്പൊ ഈ ഓക്സിജന്റെ അളവ്, ഓക്സിജൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിലുള്ള അക്വാട്ടിക് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെ, ആ ഒരു വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയാണ് അത് അതിനെ എന്ത് ചെയ്യുന്നത്, കാര്യമായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇതൊന്നും നമ്മളിപ്പോ എന്താ പറയാ, ഓട്ടോമൊബൈൽസ് ഇല്ലാത്ത ഒരു, അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഏറ്റവും അടുത്ത് നമ്മളുടെ ഗവൺമെന്റ് തന്നെ എന്താ, അതിവേഗ റെയിലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഇല്ലെ. കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഏറ്റവും സ്പീഡില് അല്ലെങ്കിൽ ഏറ്റവും സമയം കുറഞ്ഞ് എത്താനുള്ള വഴികളാണ് നമ്മൾ, അതൊരു എന്താ പറയാ, ശാസ്ത്രത്തിന്റെ വളർച്ച അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു പുരോഗതിയാണ്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നാണ് പറയുന്നത്, ഈ ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഉള്ളത് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതൊക്കെ ഉപയോഗിക്കണം. പക്ഷേ അവിടെ എന്താ പറയാ, നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസിന്റെ അളവ് കുറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതിനുള്ള പണച്ചെലവ് കുറയുന്ന, അതില് നമുക്ക് അധികം ഹാംഫുൾ അല്ലാത്ത ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്ന രീതിയിൽ ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്യുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇല്ലേ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇത് വന്നിട്ടുണ്ട്, ഇല്ലേ. സ്ക്രാപ്പ് വണ്ടികളൊക്കെ സ്ക്രാപ്പിലേക്ക് പോകുന്ന ഒരു ഇത് പറഞ്ഞിട്ടില്ലേ, 15 years എന്നുള്ളത് എത്ര, 20 years കഴിയുമ്പോൾ എന്ത് ചെയ്യുക, കാരണം അതെന്താ, പിന്നെ അത് യൂസ് ചെയ്താൽ അത് എന്തിനു കാരണമാകും, പൊല്യൂഷന് കാരണമാകും. ഇപ്പൊ തന്നെ എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ്, അതിനുള്ള ഓപ്ഷൻസ് കൂടി വരികയാണ്, ഇല്ലേ. ഇപ്പൊ KSEB ഒക്കെ നമ്മൾ പെട്രോൾ ബങ്കുകൾ പോലെ തന്നെ അവര് ഈ ഇലക്ട്രിക് ഇതിനുള്ള ചാർജിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ. അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ നോർമലി യൂസ് ചെയ്യുന്ന ഇപ്പൊ ഈ പെട്രോൾ ഫ്യൂവൽസ് ബേൺ ചെയ്ത് യൂസ് ചെയ്ത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ ഏതിലേക്ക് വരികയാണ്, ഇലക്ട്രിക്. ഇപ്പൊ ഹൈഡ്രജൻ പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു, ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ പഠിച്ചു, ഇല്ലേ. ഹൈഡ്രജൻ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഉള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ അതിന് അതിൻ്റെതായ ടെക്നിക്കൽ എന്താ പറയാ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുക, അവിടെ ഇപ്പം ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്താ, ഹൈഡ്രജൻ ബേൺ ചെയ്താൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിയാക്ഷൻ നടന്നാൽ വാട്ടർ ആണ് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ്. അത് നമുക്ക് ഒരു തരത്തിലും ദോഷമല്ല. അപ്പൊ ഈ ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് എന്താ, ഇതിനെ ഒന്നും മാറ്റിക്കളയുക എന്നുള്ളതല്ല, പക്ഷെ ബാക്കിയുള്ളവർക്കും നമുക്കും എന്താ പറയാ, കൂടുതൽ ഉപദ്രവമല്ലാത്ത രീതിയിൽ ഇതിന്റെ റിസോഴ്സസിനെ, അല്ലെങ്കിൽ നമുക്ക് പണച്ചെലവ് കുറഞ്ഞ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റുക, എന്താ പറയാ, അവിടുന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റുകൾ. അപ്പൊ അതിൽ 1-2 കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോറോ ഇത്തീൻ ആണ്. ഈ ക്ലോറോ ഇത്തീന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല്, അത് എന്ത് ചെയ്യും, അത് ഗ്രൗണ്ട് വാട്ടറിൽ കണ്ടാമിനേറ്റ് ചെയ്യും, ഇല്ലേ. ഇത് എല്ലാം കഴുകി കളഞ്ഞിട്ട് ഇത് പുറത്തേക്കല്ലേ വിടുക, ഇത് എന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിൽ കണ്ടാമിനേറ്റ് ചെയ്യും. പിന്നെ അത് കാർസിനോജനിക് ആണെന്നാ പറയുന്നത്. കാർസിനോജനിക് എന്ന് വെച്ചാൽ എന്താ, ക്യാൻസറിന് കാരണമാകുന്നതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുന്ന, ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സ്യൂട്ടബിൾ ഡിറ്റർജന്റിന്റെ കൂടെ യൂസ് ചെയ്താൽ നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും, ഡ്രൈ ക്ലീനിങ് പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ബ്ലീച്ചിങ് ഓഫ് പേപ്പറിനും യൂസ് ചെയ്യുന്ന ക്ലോറിൻ ആയിരുന്നു. അപ്പൊ അതിന് പകരം ഇപ്പം പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് എ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാമെന്ന്. ഇനി കെമിക്കൽസിന്റെ സിന്തസിസ് ഇപ്പൊ കെമിക്കൽസ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നതല്ല, മനസ്സിലായോ. അപ്പൊ അങ്ങനെ ഒരെണ്ണമാണ് എത്തനാൾ. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, എത്തനാള് നമ്മൾ ഇത്തീന്റെ 1 സ്റ്റെപ്പ് ഓക്സിഡേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് എന്താ പറയാ, ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന രീതിയിൽ പുതിയ പുതിയ ഓപ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റീരിയലിന്റെ അളവ് കുറയ്ക്കുക, എനർജി കൺസംഷൻ കുറയ്ക്കുക, കോസ്റ്റ് കുറയ്ക്കുക, ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ബാക്കിയായിട്ടുണ്ടാകുന്ന സബ്സ്റ്റൻസിന്റെ അത് വേസ്റ്റ് ആവുന്നത് കുറയ്ക്കുക, അതുകൊണ്ടുള്ള അല്ലെങ്കിൽ പൊല്യൂഷൻ മാക്സിമം കുറയുന്ന രീതിയിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം, അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലുള്ളത്. ഉമേഷ് സാർ. അത് ചാപ്റ്റർ അതിന്റെ അറ്റത്തെത്തി. ഞാൻ 1-2 കാര്യങ്ങൾ അതിൽ ഇങ്ങനെ പറയാൻ തോന്നിയത് കൂട്ടിച്ചേർക്കാണേ.
അതായത് ഇപ്പോ നമ്മൾ ആ BOD പറഞ്ഞ സ്ഥലത്തെ ഈ സാധാരണ വെള്ളത്തില് ഒരു അക്വാറ്റിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളമാണെങ്കിൽ കോൾഡ് കണ്ടീഷനിൽ 10 ppm ആണ് ഓക്സിജന്റെ അളവ്. എന്ന് വെച്ചാൽ 1 million മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൽ 10 ഓക്സിജൻ ഉള്ളൂ. ആ 10 ഓക്സിജൻ 10 ppm വെച്ചിട്ടാണ് അക്വാറ്റിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. അതാണ് പ്യുവർ വാട്ടർ. അപ്പൊ ലീബ ടീച്ചർ വളരെ ഭംഗിയായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു ബിയോഡയുടെ കാര്യം. ഞാൻ അത് ഒന്ന് കൂട്ടിച്ചേർക്കണത്രേ ഉള്ളൂ. ഈ 10 ppm ആണ് അതിൽ പരമാവധി വെള്ളത്തിനകത്തുള്ള ഓക്സിജന്റെ അളവ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന ഓക്സിജന്റെ അളവ് എത്ര അറിയോ? നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് 2 lakh ppm ആണ്. 2 ലക്ഷം പെർ മില്യൺ. 1 മില്യണിൽ 2 ലക്ഷം എന്നുള്ള കണക്കിന് ഓക്സിജൻ ഉണ്ടെങ്കിലാണ് നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ പരിപാടികൾ നടന്നു പോവുക. അതിൽ 10 ppm ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിട്ട് വെള്ളത്തിലുള്ളൂ. ഈ BOD പറഞ്ഞപ്പോ എന്താ ലിയോ ടീച്ചർ സൂചിപ്പിച്ചത് നോക്കൂ. വെള്ളത്തില് കാര്യമായിട്ട് പൊല്യൂഷൻ ഉണ്ടായാലേ ഓർഗാനിക് മാറ്റർ കണ്ടമാനം ഉണ്ടെങ്കിൽ ബാക്ടീരിയ അതിനെ ഡീകമ്പോസ് ചെയ്യും. നല്ല കാര്യം, ബാക്ടീരിയ നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അതിനെ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണം. വെള്ളത്തിനകത്തുള്ള ഓക്സിജനാണ് ഈ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് ഇതിനെ ഈ മാറ്ററിനെ ഡീകേ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല പൊല്യൂട്ടഡ് ആണെങ്കിൽ അവിടെ ഡീകേ ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എന്ന് വെച്ചാൽ ഈ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവ് എത്ര വേണമെന്നാ പറയേണ്ടത്? ഡിമാൻഡഡ് ആണ്. അവിടെ ഉള്ളതല്ല കേട്ടോ. BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാ? 10 ppm മുകളിലാണ്. നല്ല ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ 17 ppm വരെ വേണം ഇതിനെ ഡീകേ ചെയ്യാൻ. ആകെ എത്ര പ്യൂർ വാട്ടറിൽ ഉള്ളത്? 10 ppm. അപ്പൊ 10 ppm ആകെ ഉള്ള സ്ഥലത്ത് 17ഉം 15ഉം ppm ഉണ്ടെങ്കിലേ ആ മാറ്റർ ഡീകമ്പോസ് ചെയ്ത് തീരുള്ളൂ. എങ്കിൽ അവിടെയുള്ള ഓക്സിജൻ മുഴുവൻ ഈ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ഉപയോഗിക്കും ഡീകേ ചെയ്യാൻ. അപ്പൊ പിന്നെ വെള്ളത്തിന് ഇനി ഓക്സിജൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ DO ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ 10 ppm ഉള്ളൂ. അത് നമ്മൾ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് മാറ്റർ വെച്ചിട്ട് പൊല്യൂഷൻ നടക്കുന്ന സമയത്ത് അത് 10 ppm മോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ അതാണ് ഡിമാൻഡഡ് ഓക്സിജൻ, ആവശ്യമുള്ള ഓക്സിജൻ. എന്തിനാവശ്യമുള്ളത്? ഈ മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കേണ്ട ഓക്സിജന്റെ അളവ്. അതൊരു 5 ppm വരെയൊക്കെ വേണ്ടു എന്ന് വിചാരിക്കുക. അതിനുള്ള പൊല്യൂട്ടൻസ് അതിനകത്തുള്ളൂ. 5 ppm ഓക്സിജൻ കൊണ്ട് തന്നെ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡീകേ ചെയ്യാച്ചാൽ കുഴപ്പമില്ല, അക്വാറ്റിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് പോകും. അപ്പൊ BOD എന്നുള്ളത് അവിടെ ഉള്ള ഓക്സിജന്റെ അളവല്ല, അവിടെ ഈ പൊല്യൂട്ടൻസിനെ ഡീകേ ചെയ്യാൻ ആവശ്യമായ ഡിമാൻഡഡ് ആയിട്ടുള്ള ഓക്സിജനാണ്. അപ്പൊ BOD കൂടി പറഞ്ഞ ഓക്സിജൻ കുറെ ഉണ്ട് എന്നല്ല അർത്ഥം. അത്രയും ഓക്സിജൻ ഉണ്ടെങ്കിലേ ഡീകേ നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ BOD കൂടുതലാവാണ്ട് നോക്കണമെങ്കിൽ പൊല്യൂഷൻ കൂടുതലാവാണ്ട് നോക്കണം. ഇനി അതിലത്തെ എക്സ്ട്രീം കണ്ടീഷനാണ് എന്തറിയോ? ഓക്സിജൻ ഒക്കെ തീർന്നു, പൊല്യൂട്ടൻസ് ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ ഈ എയറോബിക് ബാക്ടീരിയക്ക് ഇതിനെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആര് വരും? അനഎറോബിക് ബാക്ടീരിയ വരും. അവൻ ഡീകമ്പോസ് ചെയ്തോളും, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് പുറത്തേക്ക് വരിക. ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസ്. അതിനർത്ഥം ആ വെള്ളം ഒന്നിനും പറ്റില്ല. ജീവികൾക്ക് ജീവിക്കാൻ മാത്രമല്ല, അക്വാറ്റിക് ലൈഫ് ഇല്ലാതെ മാത്രമല്ല, അതിൽ വളരെ പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങൾ വന്ന് ആ ഒരു ഇക്കോസിസ്റ്റം തകർത്തിട്ട് നമ്മൾ ഗമയിൽ നടക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ഈ എന്റെ സംസാരത്തിനിടയ്ക്ക് തന്നെ നിങ്ങളോട് പലതവണ പറഞ്ഞു നമ്മളാണ് കുഴപ്പക്കാര്, നമ്മള്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചൊരു ചോദ്യം ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ലീബ ടീച്ചറും പറഞ്ഞു, ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ? നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ ഈ സൗകര്യങ്ങൾ മുഴുവൻ? അതിന് വഴിയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഗ്രീൻ കെമിസ്ട്രി. നമുക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ വാഹനം എടുത്ത് പോണതിന് ഒരു സൈക്കിൾ ഓടിച്ച് പോവാ വിചാരിക്കുക. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദി പെർവ്യൂ ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അവിടെ ഫ്യൂവൽ ബേണിംഗ് ഇല്ല, നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതടക്കം എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ബ്ലീച്ചിങ്ങിന് നമ്മൾ പഴയ സാധനങ്ങൾ മാറ്റിയിട്ട് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള സാധനങ്ങളോ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡോ ഒക്കെ നമ്മളിപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമ്മളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ബ്ലീച്ചിങ് നടത്തണ്ടെന്നല്ല. അപ്പോൾ നോക്കൂ, ബ്ലീച്ചിങ് നടത്തലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യം ഒരു റിയാക്ഷൻ നടത്തുമ്പോൾ സോൾവെന്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോൾവെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാത്ത കുറെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, പോയ്സണസ് ആയിട്ടുള്ളത്, ഹാംഫുൾ ആയിട്ടുള്ളത്. അതിനെ ഒഴിവാക്കാൻ സോൾവെന്റ് ഇല്ലാണ്ട് റിയാക്ഷൻ നടത്താനുള്ള വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിലതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അതിന് ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതേപോലെ തന്നെയാണ് ഒരു ഇൻഡസ്ട്രിക്ക് നമ്മൾ സാങ്ഷൻ കൊടുക്കുമ്പോൾ, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഏത് രാജ്യത്താണെങ്കിലും ശരി, അവിടെ ഉണ്ടാവുന്ന ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലിനെ ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കൂടി അതിനോടൊപ്പം ഉണ്ടെങ്കിലേ സാങ്ഷൻ കൊടുക്കാവൂ.
അത് മറികടന്ന് കള്ളത്തരങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ഇവിടുന്ന് ഏത് പുഴയെന്നാണോ നമ്മൾ വെള്ളം എടുത്തിട്ട് ഇൻഡസ്ട്രി നടത്തുന്നത്, അതേ പുഴയിലേക്ക് തന്നെയാണ് അതിൽ വേസ്റ്റ് നമ്മൾ വിടുന്നത്. നമുക്കൊരു മനുഷ്യനല്ലാണ്ട് ആരൊക്കെ അത്രയും ക്രൂരനാവാൻ പറ്റുക? ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഇനി ഭാവി ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിലാണ് നിങ്ങളോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഈ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ എൻവയോൺമെന്റലാണ്. അതിനൊരു തെളിവ് കൂടി നമ്മളിപ്പോൾ പ്രകൃതിയുടെ മുന്നിൽ കണ്ടു. പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു. എന്ത് ദൈവ ടീച്ചർ പറഞ്ഞില്ലേ, ഡൽഹി പോലുള്ള സ്ഥലത്ത് പഞ്ചാബിന്റെ ഹരിയാന ഭാഗത്ത് നോക്കിയാൽ ഹിമാലയം കാണാമായിരുന്നു പണ്ട്. കുറെ കാലമായിട്ട് അത് കാണാണ്ടായിരുന്നില്ല, പൊല്യൂഷൻ കാരണം. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നെയും മലയും പാടവും പുഴകളും ഒക്കെ നോക്കിയാൽ കാണും, ഒരു തടസ്സമില്ലാണ്ട്. കാരണം ഇവിടെ അത്ര ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷെ ആഗ്ര, ഡൽഹി, ഹരിയാന, പഞ്ചാബ് ആ ഭാഗങ്ങളിലൊക്കെ വളരെ ഭംഗിയുള്ള പ്രദേശങ്ങളാണെങ്കിൽ പോലും അവിടെ നമുക്ക് ചുറ്റുപാടും ദൂരത്തേക്ക് ദൂരക്കാഴ്ച ഇല്ലാത്ത തരത്തിൽ പൊല്യൂട്ടൻസ് ആണ് അറ്റ്മോസ്ഫിയറിലൊക്കെ. അത് നമുക്ക് ഈ കോവിഡ് കാലം കാണിച്ചു തന്നു ഇല്ലേ? എല്ലാം അടച്ചപ്പോ പ്രകൃതി ക്ലിയർ ആവാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയാ അത്? അപ്പൊ നമ്മൾ കാരണം തന്നെയാണ് ഇത് എന്നുള്ളതിന്റെ ചില സൂചനയാണ്. അപ്പൊ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ അത് അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ പുതിയ സമൂഹം ഇനി വളരെ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഭാവി ജീവിതം ഇതുവരെ നമ്മൾ ജീവിച്ച പോലെയെങ്കിലും ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. എനിക്ക് തോന്നുന്നത് സമയം 1 മണിയോടടുത്തു. അതിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ള വല്ലതും ഉണ്ടെങ്കിലാണ് കുട്ടികൾക്ക് വായിച്ചാൽ കിട്ടാതിരിക്കുള്ളൂ തോന്നും. ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ജിജീഷ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്? കൺക്ലൂഡ് ചെയ്താലോ? 2-3 മണിക്കൂറൊക്കെ ആയ സ്ഥിതിക്ക് അതെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതൊക്കെ നല്ലത്. എന്തെങ്കിലും ചോദിക്കട്ടെ? ഈ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ചോളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ഡിസ്കഷന് പോവാണ്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടി പറയട്ടെ. എന്തായാലും കെമിസ്ട്രി അസോസിയേഷൻ പാലക്കാട് വളരെ എല്ലാവർക്കും സൗകര്യമാവുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കി എന്നുള്ളതിൽ അംഗം എന്നുള്ള നിലയ്ക്കുള്ള സന്തോഷം ഞാൻ പ്രത്യേകം പ്രകടിപ്പിക്കുകയാണ്. കാരണം പല അധ്യാപകരും വന്ന് പല കാര്യങ്ങളും കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികൾക്ക് കുറെ ഏറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുട്ടികളോട് പറയാത്ത കാര്യങ്ങൾ മറ്റൊരു അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് കേൾക്കാനുള്ള സൗകര്യം കിട്ടുകയാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലത്തെ കുട്ടികൾക്കാണെങ്കിലും ബാക്കിയുള്ള സ്കൂളുകളിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. ആ എക്സ്പോഷർ കൊടുക്കാനുള്ള ഈ ശ്രമത്തിന് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു അധ്യാപകർ ഇതിലുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ പറയാണ്. കുട്ടികൾക്ക് ഒരു 10 ആൾക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ കോവിഡ് കാലത്ത് ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു അധ്യാപക കൂട്ടായ്മയ്ക്ക് ചെയ്ത് തരാനുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇനി കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് എന്തോ സംശയം വരുന്നുണ്ടല്ലോ. ഇനിയും ഗ്രാഫൈറ്റ് സ്ട്രക്ചറാണ് വന്നത് തോന്നല്ലോ. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് കൃത്യമായിട്ട് ഏത് ഭാഗാന്ന് പറഞ്ഞാൽ അതങ്ങ് ക്ലിയർ ചെയ്ത് തരായിരുന്നു. ആരോ ഒരു മെസ്സേജ് കണ്ടു, ഗ്രാഫൈറ്റ് സ്ട്രക്ചർ ഹൈബ്രിഡൈസേഷൻ ആണ്. ചിത്രമാണോ വേണ്ടത്? അതെ സർ. ചിത്രം എന്ന് പറയുമ്പോൾ അത് ഹെക്സഗണൽ ആയിട്ടുള്ള ബെൻസീൻ റിംഗ് പോലെയാണ്. ഞാൻ അതൊന്ന് വരച്ച് കാണിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ സർ. ഇതിൽ കാർബണിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇങ്ങനെ എഴുതി 2s1 px1 py1 pz1 എഴുതി. ഈ എസും പി എക്സും പി വൈയും പി സെഡും ഒക്കെ കൂടി ഹൈബ്രിഡൈസ് ചെയ്താൽ 4 സിഗ്മ ബോണ്ട് ഉണ്ടാവണം sp3 ഹൈബ്രിഡ് ആകുമ്പോൾ. അതാണ് ഡയമണ്ടിൽ സംഭവിക്കുക. ഗ്രാഫൈറ്റിൽ എന്താ വെച്ചാൽ ഒരു പി ഇലക്ട്രോൺ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാതെ നിന്ന് എസും 2 പിയും കൂടി sp2 ഹൈബ്രിഡ് ആവും. നോക്കൂ, നമ്മൾ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ്. sp എന്ന് പറയുമ്പോൾ ലിനിയർ ആണ്, sp2 ട്രൈഗണൽ പ്ലാനാർ ആണ്, sp3 ടെട്രാഹൈഡ്രൻ ആണ്, sp3d ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്, sp3d2 ഒക്ടാഹൈഡ്രൻ ആണ്, sp3d3 പെന്റഗണൽ ബൈപിരമിഡൽ. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ sp2 ആണ് കാർബൺ ഹൈബ്രിഡൈസേഷൻ എങ്കിൽ 120 ആംഗിളിൽ ട്രൈഗണൽ പ്ലാനാർ ആയിട്ട് നിൽക്കണം. അപ്പോ ഈ ഇതൊരു sp2 ഹൈബ്രിഡ് ഓർബിറ്റില്, ഇത് അടുത്ത sp2, ഇത് sp2, എസും പി എക്സും പി വൈ ഒക്കെ പോയി. ഇപ്പൊ ഒരേപോലത്തെ 3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ്, sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് നിൽക്കുക. അതിൽ ഈ ഒരു പി മാത്രം ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാതെ ആ ഇലക്ട്രോൺ അവിടെ നിൽക്കുകയാണ്. അപ്പൊ sp2 ആകുമ്പോൾ എങ്ങനെയാ ഷേപ്പ് വരയ്ക്കുക? ട്രൈഗണൽ പ്ലാനാർ ആണ്. ഞാനത്
നേരത്തെ വരച്ചതാണ്, ഒന്നുകൂടി വരയ്ക്കണു. ട്രൈഗണൽ പ്ലേനാർ. എങ്ങനെ നമ്മൾ ട്രൈഗണൽ പ്ലേനാർ വരയ്ക്കുക? കാർബൺ 1 2 3 ഇത് അടുത്ത കാർബണിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുകയാണേ 120 ആംഗിളിൽ. ഇതിപ്പോ നമ്മളോട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇതിനെങ്ങനെ കണക്ട് ചെയ്താൽ ട്രയാങ്കിളായി. ഇത് ഓരോ ബോണ്ടുകൾ തമ്മിൽ, ഈ രണ്ടെണ്ണം തമ്മിൽ 120, ഇത് 120, ഇത് 120. ഇതാണ് sp2 ഹൈബ്രിഡൈസേഷന്റെ കാതൽ. അപ്പോ അതങ്ങനെ നിൽക്കട്ടെ. ഇതിലിപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറയാൻ ശ്രമിച്ചു വെച്ചാൽ, ഇതിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ അടുത്ത കാർബൺ എടുത്തു. ഏത് കാർബൺ? ഈ കാർബൺ എടുത്തു എന്ന് വിചാരിക്കുക. ഇതും sp2 ഹൈബ്രിഡ് ആണ്. അത് 120 ആംഗിളിൽ തന്നെ നിൽക്കും. അതിലൊരു ബോണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത രണ്ടെണ്ണം 120 ആംഗിളിൽ വരിക എങ്ങനെയാണ്? ഒന്ന് ഇവിടേക്ക് വന്നു, ഒന്ന് ഇവിടേക്ക് വന്നു. ഏത് കാർബൺ മാത്രമായിട്ട് നിങ്ങൾ നോക്കിയാലും അതിന്റെ 3 ബോണ്ട് 120 ആംഗിളിലാണ് ഉണ്ടാവുക. അടുത്തത് നോക്കൂ. ഈ കാർബണെ വെച്ച് പറഞ്ഞാൽ ഒന്ന് ഓൾറെഡി ഇവിടെ വന്നു, അടുത്തത് ഇങ്ങോട്ട് വന്നു, 120 ആയി. ഇനി ഈ കാർബൺ എടുത്ത് നോക്കിയാൽ അത് ഒന്നിപ്പം ഇങ്ങോട്ട്, അപ്പൊ അടുത്തത് ഇങ്ങോട്ട് വരണം, അടുത്തത് ഇങ്ങോട്ട് വന്നു, ഇങ്ങനെയായി. ഇനി ഈ കാർബൺ എടുത്ത് നോക്കിയാൽ ഒന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്, അടുത്തത് ഇതിലേക്ക് വന്നു, അടുത്ത് ഇങ്ങോട്ട് വന്നു, ഒക്കെ 120. അപ്പൊ നോക്കൂ, ഇതിങ്ങനെ എങ്ങനെ വരച്ചു പോയാലും ശരി, ഇത് ഈ ലെയർ മുഴുവൻ എങ്ങനെ ഒരൊറ്റ പ്ലെയിനിൽ ഒതുങ്ങുന്നർത്ഥം. എന്നിട്ടോ ആ പ്ലെയിനിൽ ഒതുങ്ങണത് മാത്രല്ല കേട്ടോ, ഒരു കാര്യം കൂടി കണ്ടോളൂ. ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്. ഇതിലൊക്കെ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പൊ ഒരു ലെയർ മുഴുവൻ കാർബൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കണു. അടുത്ത ലെയർ ഇതേപോലെ അഡ്ജസന്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കണു. എല്ലാ കാർബണിലും ഓരോ ഇലക്ട്രോൺ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത പി ഓർബിറ്റലിലെ ഇലക്ട്രോൺ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ലെയറിനെ ഞാൻ മാറ്റി കാണിക്കണു. ലെയറിനെ മാറ്റി കാണിച്ച എങ്ങനെ വരും? ഇപ്പൊ ഞാൻ ഈ വരച്ച സാധനമാണ്, ആ ലെയറാണ് ഇത് എന്ന് വെച്ചോളൂ. ഇത് വെറുതെ ഒരു പ്ലെയിൻ ഞാൻ വരച്ച. എങ്ങനെ പ്ലെയിൻ വെച്ചാൽ ഇതിലൊക്കെ കാർബൺ 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 ആണ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടും 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 ഒക്കെ ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ലെയർ ലെയർ ആയിട്ട് ഈ സാധനം ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് മുഴുവൻ ഇവിടെയൊക്കെ കാർബൺ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കണു. അടുത്ത ലെയർ എടുത്താലോ? അടുത്ത ലെയർ എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇതെങ്ങനെ വന്നു. അടുത്ത ലെയർ ഇങ്ങനെ കുറെ ലെയർ അടങ്ങുന്നതാണ് ഗ്രാഫൈറ്റ് എന്ന് മനസ്സിലാക്കുക. ഈ 2 ലെയറുകൾ തമ്മിൽ കാര്യമായ അട്രാക്ഷൻ ഒന്നുമില്ല. ഈ ഫ്രീ ഇലക്ട്രോൺസ് തമ്മിൽ ചിലപ്പോൾ സൈഡ് വൈസ് ഓവർലാപ്പ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സ് ഉണ്ടായേക്കാം. അപ്പൊ ഒരു ലെയറും അടുത്ത ലെയറും തമ്മിൽ കാര്യമായ അട്രാക്ഷൻ ഇല്ല. ഒരു ലെയറിൽ എങ്ങനെയാണ് നിൽക്കുക എന്നാണ് ഇപ്പൊ നേരത്തെ ഞാൻ ട്രൈഗണൽ പ്ലാനാർ എന്നൊക്കെ പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ വെച്ച് കാണിച്ച്. എല്ലാ ലെയറിലും അങ്ങനെ നിൽക്കും. ബിറ്റ്വീൻ അഡ്ജസന്റ് ലെയേഴ്സ് ദർ ഈസ് ഓൺലി വെരി വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ്. സോ വൺ പ്ലെയിൻ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ. ഒരു പ്ലെയിനും അടുത്ത പ്ലെയിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം, കാര്യമായ അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ നീങ്ങുന്നത് കൊണ്ടാണ് ഇതിന് ലൂബ്രിക്കന്റ് ഇഫക്റ്റ് വന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. പിന്നെ ഇങ്ങനത്തെ ഈ ഓരോ ഇതുണ്ടല്ലോ, ഓരോ ലെയറും ഉണ്ടല്ലോ, ആ ലെയറിനെ നമ്മൾ ഗ്രാഫീൻ എന്ന് വിളിക്കുക. ഓരോ ലെയറും ഗ്രാഫീനാ. ഈ ഗ്രാഫീൻസ് ഒക്കെ കൂടി കിട്ടുന്ന ടോട്ടൽ ആ സംവിധാനത്തിനെയാണ് ഗ്രാഫൈറ്റ് എന്ന് വിളിച്ചത്. അതിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് മാത്രമാണ് പ്ലെയിനാർ സ്ട്രക്ചറിലേക്ക് വന്നത്. ക്ലിയർ ആണോ? കൂടുതൽ പറയേണ്ട എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല എങ്കിൽ മൈക്ക് ജിജീഷ്, അനീസ് എന്നിവർക്ക് കൈമാറാം. ഇതിന്റെ അമരക്കാര് എന്നുള്ള നിലയ്ക്ക് അവസാനിപ്പിക്കാൻ.